എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും വചനാധിഷ്ഠിതമായിട്ട് നിങ്ങളോട് അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ പലപ്പോഴും ധ്യാനങ്ങൾ, താമസിച്ചുള്ള ധ്യാനങ്ങൾ, ഏകദിന ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ അച്ഛൻ വചനം പ്രഘോഷിക്കുന്നു, രോഗശുശ്രൂഷകൾ നടത്തുന്നു, ബന്ധന പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ആ സമയത്തൊക്കെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങൾ. ഒരു ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങളാണ്. 24 മണിക്കൂറും ധ്യാനം നടക്കുന്ന ദിവസങ്ങളിൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്ക് ജപമാലകൾ ചൊല്ലിയും വചനം വായിച്ചും കരണക്കൊന്തകൾ ചൊല്ലിയും ഒക്കെ സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തി ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ധ്യാനം നടത്തുന്ന ആളുകൾ, അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് സ്വർഗം ഒത്തിരി മെസ്സേജുകൾ കൊടുക്കും. വലിയ ബന്ധനങ്ങൾ അഴിയും, വലിയ രോഗസൗഖ്യങ്ങൾ കിട്ടും, മനഃശാന്തി ലഭിക്കും, സ്വസ്ഥത ലഭിക്കും, സമാധാനം ലഭിക്കുമെന്നൊക്കെ വലിയ മെസ്സേജുകൾ കർത്താവ് കൊടുക്കും. ആ മെസ്സേജുകൾ അച്ഛനെ അവരറിയിക്കും. അതിലൂടെയൊക്കെ വലിയ സ്വർഗത്തിൻ്റെ കൃപകൾ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയൊക്കെ വലിയ സ്വർഗത്തിൻ്റെ കൃപകൾ എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങാറുണ്ട്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇനി എന്തിനേറെ ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ദിവസവും ഒരുമിച്ച് ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ പ്രിപ്പറേഷൻ പാട്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആലേലൂയ, ആലേലൂയ, ആലേലൂയ. അച്ഛൻ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഓരോ ധ്യാനങ്ങളും വളരെ വിടുതലിൻ്റെ അനുഭവങ്ങളായിട്ട് മാറുന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം തുറന്ന് കൃപകളിങ്ങനെ ധാരധാരയായി ഒഴുകി വരുന്നത്. സ്വർഗം ഇങ്ങനെ ഒരു പെരുമഴ പോലെ കൃപകളെല്ലാം മനുഷ്യരിലേക്ക് പകുത്തു നൽകുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. 1 തിമോത്തി 2:1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ ചുമതലയാണ് എല്ലാവർക്കും വേണ്ടി. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി ഉപകാരസ്മരണകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരാൾ മാത്രമല്ല, മറിച്ച് അപരന് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ അയൽക്കാരന് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് എൻ്റെ കടമയാണ്. കർത്താവ് പറയുന്നില്ലേ, നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. ഞാൻ എനിക്ക് വേണ്ടി തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാതെ അപരന് വേണ്ടി എപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അപരന് വേണ്ടി ഞാൻ എപ്പോഴാണോ നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്, ആ സമയത്ത് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകളും ശക്തമായിട്ട് കേൾക്കുന്നതായിരിക്കും. ആലേലൂയ, ആലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. ലൂക്ക 5:17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ ഈശോ മിശിഹ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ട്. കുറച്ച് ആളുകൾ ചേർന്ന് കർത്താവ് രോഗികളെ കണ്ടുകൊണ്ടിരുന്ന ഭവനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ജനബാഹുല്യം നിമിത്തം, ജനപ്പെരുപ്പ് നിമിത്തം ഈ തളർവാദ രോഗിയെ കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ മേൽക്കൂര പൊളിച്ച് കിടക്കയോടുകൂടെ തന്നെ ഈ മനുഷ്യനെ കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ കർത്താവ് അങ്ങനെ ഇറക്കുന്നത് കൊണ്ട് കർത്താവ് ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അവനോട് പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന നീ കിടക്കയും എടുത്ത് പോവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൂക്ക 5:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ചിലർ തളർവാദ രോഗിയെ കിടക്കയും എടുത്ത്. ചിലർ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? ചിലർ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്. ഈ ചിലർ എന്ന് പറയുന്ന വ്യക്തികളില്ലായിരുന്നെങ്കിൽ, ആ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുവാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവന് സൗഖ്യം കിട്ടില്ലായിരുന്നു. അപ്പം നമ്മളും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ചിലർ ഗണത്തിൽ നമ്മളും പെടുകയാണ്. ഈ ചിലർ എന്ന് പറയുമ്പോൾ നമ്മളും മധ്യസ്ഥ പ്രാർത്ഥന ടീമിലെ അംഗങ്ങളാണ്. നമ്മൾ വേണം
തളർവാദം പിടിപെട്ട വ്യക്തികൾ, മനസ്സിനും ശരീരത്തിനും തളർച്ച പിടിപെട്ട വ്യക്തികൾ, രോഗികൾ, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നവർ, ഡിപ്രഷൻ്റെ വക്കത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ വല്ലാതെ മാനസിക തകർച്ചയിലൂടെയും പിരിമുറുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് സൂയിസൈഡൽ ടെൻഡൻസീസൊക്കെ കാണിക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ട്, തകർന്നു നുറുങ്ങിയ മാനസങ്ങൾക്ക് വേണ്ടിയിട്ട്, ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കേണ്ടത്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം എന്നുള്ള ചിന്തയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ചുരുങ്ങിപ്പോകരുത്. നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അംബ്രല്ല ചിന്താഗതിയിലേക്ക്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തുറവിയുള്ള മേഖലയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ബധിരനെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ ശമിശിയ ഒരു ബധിരനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ മാർക്കോസ് 7:32 ഇപ്രകാരം വായിക്കുന്നുണ്ട്: ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കണ്ടോ, ഈ അവർ എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങളാണ്. ഞാൻ എപ്പോഴാണോ എൻ്റെ അപരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ഞാൻ അവനെ ഉയർത്തി കർത്താവിൻ്റെ അടുക്കലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവന് വിടുതലും സന്തോഷവും സമാധാനവും കൃപകളും ഒക്കെ ലഭിക്കാൻ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇൻ്റർസെസറി പ്രേയേഴ്സിന് വളരെ വളരെ ശക്തമായിട്ട് മാനസങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരണം. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ചെറിയ പ്രാർത്ഥനയായാലും വലിയ പ്രാർത്ഥനയായാലും എല്ലാ പ്രാർത്ഥനകളിലും അപരനെയും ചേർത്ത് വയ്ക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ ചെയ്യുന്നത് എന്താ? യേശുവിൻ്റെ അടുത്തേക്ക് മനുഷ്യരെ എത്തിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട 2 അത്ഭുതങ്ങളും, ഒന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, ഒന്ന് ബധിരനെ സുഖപ്പെടുത്തുന്നു. ഇതിൽ രണ്ടിലും എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ മുന്നിലേക്ക് വ്യക്തികളെ എത്തിക്കുകയാണ്. ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ കൺവിൻസ്ഡ് ആകുക, ബോധ്യമുള്ളവരാകുക. കർത്താവിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും മനുഷ്യരെ എത്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛനെ കേൾക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവായ ഈശോ മിശിഹ ചെയ്തിരുന്നൊരു കാര്യമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത്. അവൻ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം യാചിച്ചവനാണ്, പിതാവിൻ്റെ മുന്നിൽ മധ്യസ്ഥം യാചിച്ചവനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കണ്ട, വചനം പറയുന്നുണ്ട് എന്നേക്കും അവൻ മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുക. 1 തിമോത്തി 2:5-6: എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. കണ്ടോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ മധ്യസ്ഥനേ ഉള്ളത്, കർത്താവായ യേശു മിശിഹായാണെന്ന് വചനം പറയുകയാണ്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് അവസാന തുള്ളി രക്തവും അവസാന തുള്ളി ജലവും നമുക്ക് വേണ്ടി നൽകിയ കർത്താവായ യേശു മിശിഹായാണ് നമ്മുടെ മധ്യസ്ഥൻ. നമ്മുടെ ദൈവമായ കർത്താവായ യേശു മിശിഹായാണ് നമ്മുടെ മധ്യസ്ഥനും നമ്മുടെ ശക്തിയും നമ്മുടെ വിടുതലും നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും എല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇനി അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? ദിവികാരുണ്യത്തിൻ്റെ മുന്നിൽ ഉപവസിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? മണിക്കൂറുകളോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ധ്യാനാവസരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വീട്ടിലെ രോഗികളായവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണോ? പൈശാചിക പീഡകളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം യാചിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? എങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധാപൂർവം കേട്ടിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തേത്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധി വേണം.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വിശുദ്ധി വേണം. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ അശുദ്ധിയോടുകൂടെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കരുത്. ഹെബ്രായർ 12:14 നമ്മൾ വായിക്കത്തില്ലേ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. കണ്ടോ, വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വചനം പറയുന്നുണ്ട്, നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നത്. നീതിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേണം കർത്താവിൻ്റെ മുന്നിൽ ആയിരിക്കാനായിട്ട്. 1 പത്രോസ് 1:16 നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും. കണ്ടോ, പരിശുദ്ധി അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് വിശുദ്ധിയില്ലാതെ നോക്കിയാൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലേക്ക് ആ പ്രാർത്ഥന ഉയരാൻ ബുദ്ധിമുട്ടായിരിക്കും. മത്തായി 5:8 പറയത്തില്ലേ, നമ്മൾ വായിക്കത്തില്ലേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കണ്ടോ, ഹൃദയശുദ്ധി, ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിൻ്റെയൊക്കെ വിശുദ്ധി വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് അപരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, വിശുദ്ധിയോടുകൂടി ഇരിക്കും. നല്ല കുമ്പസാരമൊക്കെ നടത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ച് മലിനതകളെല്ലാം നീക്കി എല്ലാവരോടും സമാധാനത്തിൽ വിഹരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. അശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ അശുദ്ധി കൊണ്ട് തന്നെ നമ്മുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ വലിയൊരു വന്നു കഴിഞ്ഞു, മതിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വിശുദ്ധി കാത്ത് പരിപാലിക്കണം. നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെ ഒക്കെ വിശുദ്ധി കാത്ത് പരിപാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആ കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം കുരിശെടുക്കാനുള്ള മനസ്സുണ്ടാവണം. മത്തായി 16:24 നമ്മൾ വായിക്കത്തില്ലേ, യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കട്ടെ. കണ്ടോ, തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് അനുഗമിക്കട്ടെ എന്ന് പറയുക. നമ്മൾ കുരിശെടുക്കാത്ത ആത്മീയതകളൊന്നും നല്ല ആത്മീയതകളല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന മേഖല ഇതാണ്. ആളുകളെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, പലർക്കും കുരിശെടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല. കുരിശെടുക്കാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ നോക്കി, ഈ ആഴ്ച തന്നെ അച്ഛനെ കാണാൻ രണ്ട് ഫാമിലീസ് വന്നിരുന്നു. കുറച്ച് ദൂരദേശത്ത് നിന്ന് അവർ വന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ പാർട്ടി സംഭവിച്ചിരുന്ന കടബാധ്യതയാണ്. അപ്പോൾ കടബാധ്യത മാറാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, 1-ാം പ്രമാണ ലംഘനം നടത്തുകയാണ്. നാട്ടുകാർ പറഞ്ഞു, ഇന്ന വിഗ്രഹത്തെ ആരാധിച്ച അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി മന്ത്രവാദം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കും, കടബാധ്യത മാറുമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയാണ് ആൾ. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ പോയി മന്ത്രവാദം ചെയ്യുകയാണ്. പിന്നെ ഭയം കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയം കൊണ്ട് അച്ഛനെ കാണാൻ വരികയാണ്. രണ്ടാമത്തെ കേസിൽ ഇതുപോലെ തന്നെ ഫാമിലി ബ്രോക്കണായി, ഫാമിലി ജീവിതം തകർന്നു. അപ്പോൾ ഈ ഫാമിലി ജീവിതം വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഈ വ്യക്തി എന്ത് ചെയ്യാണ്, ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുകയാണ്. കണ്ടോ, ഒരു ജീവിതത്തിൽ ഒരു സഹനം വന്നു കഴിയുമ്പോൾ കർത്താവിന് ഇട്ടിട്ട് പോകുന്ന ആത്മീയതകളൊന്നും ആകരുത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരുടെ ആത്മീയതകൾ നല്ല ആഴത്തിലുള്ള ആത്മീയത ഉണ്ടാവണം. ജീവിതത്തിൽ വേദന ഉണ്ടായാലും സഹനമുണ്ടായാലും തിക്താനുഭവങ്ങളുണ്ടായാലും മുറിവുകളുണ്ടായാലും കർത്താവെ ഞാൻ ഇട്ടിട്ട് പോകത്തില്ല എന്നുള്ളൊരു ചിന്തയുള്ള ആഴമുള്ള ആത്മീയതകളുണ്ടാകണം. ഞാൻ ഒരു ചേട്ടനെ കഴിഞ്ഞ ദിവസം കാണുമായിരുന്നു. ഒരു അരയ്ക്ക് കീഴ്പോട്ട്, എൻ്റെ ഇടവകക്കാരനാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഒരു ചേട്ടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയൊരു ചേട്ടൻ. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഇവിടെ ഓട്ടോന് വരും. ഫ്രണ്ടിൽ ആനവാതിലിൻ്റെ പുറത്ത് ഓട്ടോ ഇട്ടിട്ടാണ് അദ്ദേഹം കുർബാന കാണുക. ദാഹത്തോടെ, കൂപ്പിയ കരങ്ങളോടെ, കണ്ണുനീരോടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വികാരിയച്ഛനും സിസ്റ്റേഴ്സൊക്കെ ദിവ്യകാരുണ്യമായിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും, ദിവ്യകാരുണ്യം കൊടുക്കും. ആലേലൂയ, ആലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മാതി. ഈ ചേട്ടനുണ്ടല്ലോ, ഈ നമുക്ക് മണിക്കൂറുകളോളമുള്ള ധ്യാനങ്ങൾ, അതല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ഒത്തിരി നേരം നടത്തുന്ന ഒരു മനുഷ്യനാണ്. അച്ഛൻ തൊട്ടടുത്തുള്ള പള്ളികളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം പള്ളികളുടെ മുറ്റത്ത് ഇതുപോലെ ഓട്ടോ ഇട്ട് പ്രാർത്ഥിക്കുന്നതും ആരാധനയ്ക്ക് മുന്നിൽ ദാഹത്തോടെ ഇരിക്കുന്നതും ഒക്കെ അച്ഛൻ കാണാറുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ പ്രത്യേകത, ഈ ചേട്ടൻ ഏകദേശം യുവാവായിരിക്കുന്ന സമയത്ത്, ഏകദേശം ഒരു
27 വയസ്സിലാണ് ചേട്ടൻ പറഞ്ഞത്, ഓർമ്മ അച്ഛൻ്റെ ശരിയാണെങ്കിൽ 27 വയസ്സിലാണ് കുരുമുളക് പറിക്കാൻ കയറിയതാണ്. മരത്തിൽ നിന്ന് വീണു, അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ടു, പാരലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ ദൈവം എല്ലാം നന്മയ്ക്കായേ പരിണമിപ്പിക്കുകയുള്ളൂ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെങ്ങനെയാണ് ഈ സഹനം നേരിടാൻ കഴിയുന്നത്? അച്ഛാ അതായത് ഞാൻ കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ദേവാലയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് മുതലേ വൈദികർ വചനം വായിക്കുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും പറയും സഹനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്നും. അതെൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ എൻ്റെ ആ കർത്താവ് തന്ന സമ്മാനം എൻ്റെ കൂടെയുണ്ട് വലിയ സഹനമായിട്ട്. അപ്പോൾ ഞാനൊരിക്കലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. കർത്താവ് നയിക്കുന്നുണ്ടെന്നേ, കർത്താവ് കരുതുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറയാറുണ്ട്. നിരാശയുടെ ഒരു ലാഞ്ചന പോലും ആ വാക്കുകളിൽ ഞാൻ കേട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കുരിശെടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി വേണം. ജീവിതത്തിൽ എന്ത് സഹനം വന്നാലും കർത്താവേ താങ്ക് യു ജീസസ്, ലവ് യു ജീസസ്, പ്രൈസ് യു ജീസസ് എന്ന് പറയാനായിട്ട് സാധിക്കണം കേട്ടോ. ക്രിസ്ത്യാനി ആകുന്നത് കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോഴാണ്. ഐ എം അഫ്രൈഡ്. ഒരിക്കലും ഒരാൾ വന്നിട്ട് അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞത് ഒരു കാര്യം ഇതാണ്, അച്ഛാ എനിക്ക് വിദേശത്തേക്ക് പോകണം, പോകാത്ത പള്ളികളില്ല, കാണാത്ത വൈദികരില്ല, പക്ഷേ ഇത് വിദേശത്തേക്ക് പോകുന്ന കാര്യം മാത്രം നടക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിലേ, പ്രാർത്ഥനയെന്ന് പറയുന്നൊരിടം ഒരിക്കലും നമ്മളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളൊരിടമല്ലല്ലോ, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുകയാണെങ്കിൽ സഹോദരൻ പോകും, അതല്ലെങ്കിൽ പോകത്തില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ അച്ഛൻ രണ്ടാമത് പറഞ്ഞ കാര്യമേ നടക്കുന്നുള്ളൂ, പോകുന്നില്ല, പോകുകയുമില്ല. അതുകൊണ്ട് ആകെ നിരാശ കലർന്ന ഒരു സ്വരമാണ്. നമ്മളങ്ങനെ ആവരുത്. കർത്താവ് ആഗ്രഹിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഒരു സഹനം ഏറ്റെടുക്കാനായിട്ട് ഒന്ന് കർത്താവ് തരുന്ന സമയം വരെ, ഉദ്ദേശിക്കുന്ന സമയം വരെ ഒന്നൊരു കാത്തിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഴിയണം. ആലേലൂയ, ആലേലൂയ, ആലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പത്രോസ് കർത്താവിനോട് പറയുന്നില്ലേ, കർത്താവ് ഇങ്ങനെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിച്ച് കഴിയുമ്പോൾ പത്രോസ് പറയുന്നില്ലേ, കർത്താവെ അങ്ങേക്ക് സഹനമുണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് പറയുന്നില്ലേ, സാത്താനെ ദൂരപ്പോ, നിൻ്റെ ചിന്തകൾ ദൈവികമല്ല. കണ്ടോ, സഹനത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആത്മീയതകളൊന്നും നല്ല ആത്മീയതകളല്ല. കർത്താവ് സ്നേഹിക്കുന്ന വ്യക്തികൾ സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. കണ്ടോ, ദൈവത്തിനൊരു മനുഷ്യൻ സ്വീകാര്യരാക്കപ്പെടുമ്പോൾ സഹനത്തിലൂടെ കടന്നു പോകും. സഹനത്തെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ഇപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കടബാധ്യതകൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അതല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി, അങ്ങനെയൊക്കെ നിരാശപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തകരണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ സഹനങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. പക്ഷേ കർത്താവ് സഹനങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട. സഹനങ്ങളിലൂടെയാണ് കർത്താവ് ഒരു ആത്മാവിനെ വിശദീകരിക്കുന്നത്. ആലേലൂയ, ആലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അച്ഛൻ ധ്യാനം നടത്തുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും ഉപവസിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. കുരിശെടുക്കാൻ തയ്യാറാണ് അവർ. അതോ 24 മണിക്കൂറാണ് നമ്മൾ ദൈവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. 24 മണിക്കൂർ ഉറക്കമില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ധ്യാനം കഴിയുന്നത് വരെ അവർ ട്രബിളെടുത്ത് കഷ്ടപ്പെട്ട് കരങ്ങൾ ഉയർത്തി വിരിച്ച് പിടിച്ച് സ്വരം പോയാലും പോയില്ലെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും കേട്ടോ. കുരിശെടുക്കാനൊരു തയ്യാറാണ്. കഷ്ടപ്പാടെടുക്കാനായിട്ട്, ത്യാഗമേറ്റെടുക്കാനായിട്ട് അവർക്കൊരു മടിയില്ല. ഈശോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ കുരിശെടുക്കാനൊരു മടി ഉണ്ടാവരുത്. കുരിശെടുക്കാൻ തയ്യാറല്ലാത്തവർ ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആലേലൂയ, 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 ആലേലൂയ. നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ ജീവിതത്തിന് മുഴക്കമുണ്ടാവണം. മനസ്സിലാവുന്നുണ്ട്? ജീവിതത്തിന് മുഴക്കമുണ്ടാവണം. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പുറത്തിറങ്ങി നമ്മൾ ദുഷിപ്പ് പറയുന്നു, പരദൂഷണം പറയുന്നു, കുറ്റം പറയുന്നു. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലം? മനസ്സിലായോ?
ഇപ്പോൾ എനിക്ക് ഒരു ബലഹീനത ഉണ്ടെങ്കിൽ ഞാൻ പരദൂഷണം പറയുന്ന എനിക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനത് കുരിശായിട്ട് എടുക്കണം. കർത്താവ് എനിക്ക് പരദൂഷണം പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു പരദൂഷണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ത്യാഗം എടുക്കണം, ചെറിയൊരു ഉപവാസമൊക്കെ എടുക്കണം. മുട്ടുമേലിൽ നിന്ന് കുറച്ചും കൂടി ഈ ഒരു ബലഹീനതയിൽ നിന്ന് കയറി വരാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വിശുദ്ധി ഉണ്ടാവണം കേട്ടോ. വിശുദ്ധി ഇല്ലാതെ നമ്മളൊരിക്കലും, എന്നാൽ ഞാൻ പറയുന്നത് നമ്മളാരും പരിഭാവനരൊന്നുമല്ല, മാലാഖന്മാരും വിശുദ്ധരൊന്നുമല്ല. ബെനഡിക്റ്റ് 16 പാപ്പ പറയുന്ന പോലെ ഹോളിനെസ് ഈസ് എ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഈശോയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണ് ഈശോയിലേക്ക് യാത്ര ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാകുന്നത്, അപ്പം നമ്മൾ അവനിൽ നിന്നുള്ള കൃപകളും അവനിൽ നിന്നുള്ള സ്നേഹവും കടാക്ഷവും അവൻ്റെ വിശുദ്ധിയുടെ സുഗന്ധമൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരപ്പെടും. ഈ പരിശ്രമം എപ്പോഴും നമ്മുടെ വശത്തുണ്ടാവണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബലഹീനത്തിന് അവിടെ തന്നെ കിടക്കരുത്. എഴുന്നേൽക്കണം, കുമ്പസാരിക്കണം. വീണ്ടും ആഴ്ചകളിൽ 1-2 പ്രാവശ്യമൊക്കെ കുമ്പസാരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. കൂടുതൽ ത്യാഗം ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി മാക്സിമം ഒരു പരിശ്രമം ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് ഉണ്ടാകണം. പിശാചിനെതിരെ നമുക്ക് ഉയർത്താവുന്ന ഏറ്റവും വലിയ വ്യക്തിപരമായ ഒരു ആയുധം ഏതാണെന്ന് വെച്ചാൽ ഹോളിനെസ്സാണ്. പിശാച് പേഴ്സണൽ ഹോളിനെസ് അവന് വെറുപ്പാണ്. വ്യക്തിപരമായ വിശുദ്ധി പിശാചിന് വെറുപ്പാണ്. എന്നാലോ വ്യക്തിപരമായ അശുദ്ധി അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ നാവിനെ ശ്രദ്ധിക്കണം, നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ ഒക്കെ വിശുദ്ധീകരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് കുരിശെടുക്കാനുള്ള മനസ്സുണ്ടാവണം, സഹനമേറ്റെടുക്കാനുള്ള മനസ്സുണ്ടാവണം. അതും ജീവിതം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. എൻ്റെ ജീവിതത്തിലൊരു സഹനം വന്നു, ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല, കർത്താവിനോട് എതിരിട്ടില്ല, മല്ലിട്ടില്ല, ഇതേ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു. കർത്താവെ, ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങയെ വിട്ടിട്ട് പോകത്തില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം, വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്ത് വിപരീത അനുഭവം വരുമ്പോഴും ഐ ലവ് യു ജീസസ്, ഐ ട്രസ്റ്റ് യു ജീസസ്, ഐ ബിലീവ് യു ജീസസ് എന്ന് ജീവിതം കൊണ്ട് പറയുക കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മൂന്നാമത്തേതായിട്ട് അച്ഛന് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തികൾക്കുണ്ടാകേണ്ട മൂന്നാമത്തെ ഗുണം തീ ഉണ്ടാകണം. തീ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. തീ ഉണ്ടാവണം, ഒരു അഭിഷേകം ഉണ്ടാവണം, ഒരു തീ ഉണ്ടാവണം. എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരു ധ്യാനമുണ്ട്, ഞാൻ റെഡി. മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, ഞാൻ റെഡി. ജപമാല വല്ലണം, ഞാൻ റെഡി. ഒരു നൊവേന വല്ലണം, ഞാൻ റെഡി. കുമ്പസാരിക്കണം, ഞാൻ റെഡി. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളോടൊരു തീയും ദാഹവും ഉണ്ടാവണം. ഈ തീ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ എൻ്റെ ആത്മാവിലും മനസ്സിലും ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. എബ്രായർ 12:29. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വീണ്ടും പുറപ്പാട് 3:2. കത്തി ജ്വലിക്കുന്ന അഗ്നിയിലെ കർത്താവുമായാണ് മോശ സംസാരിച്ചത്. കണ്ടോ, മുൾപ്പടർപ്പിൽ ദൈവം ഇങ്ങനെ വന്ന് മുൾപ്പടർപ്പിനെ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൾപ്പടർപ്പിൽ നിന്ന് പറഞ്ഞാൽ കർത്താവ് തീയുടെ രൂപത്തിലാണ് കർത്താവ് മോശയുമായിട്ട് സംസാരിക്കുന്നത്. കണ്ടോ, ഈ തീ ഉണ്ടാവണം. ഈ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ, തീ ഇല്ലാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരെ കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു തീയില്ലാത്ത ഒരു ഡോർമൻ്റായിട്ടുള്ള ഒരു മന്ദഗതിയിൽ പോകുന്ന ഒരു പുരോഹിതനാണെങ്കിൽ എനിക്ക് എൻ്റെ ജനത്തെ കത്തിക്കാൻ പറ്റത്തില്ല. ഒരു അമ്മയാവട്ടെ, ഒരു അപ്പനാവട്ടെ, ഒരു പ്രാർത്ഥനാ ചൈതന്യമില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ തീ ജ്വലിക്കാത്ത ഒരു അപ്പനാണെങ്കിൽ, ഒരമ്മയാണെങ്കിൽ മക്കളെയും തീ പിടിപ്പിക്കാൻ പറ്റത്തില്ല, മക്കളെയും അഭിഷേകത്തിൽ വളർത്താൻ പറ്റത്തില്ല, മക്കൾക്കും വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, നമുക്ക് തീ ഉണ്ടാകണം, ഒരു ദാഹം ഉണ്ടാകും. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തീ ഉണ്ടാവണം. തീ പരിശുദ്ധാത്മാവേന്ന് വിളിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ളൊരു ദാഹം ഉണ്ടാവണം. ആ തീയിലൂടെ മാത്രമേ മറ്റാത്മാക്കളെ തീയിലേക്ക് ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. യെശയ്യാ 10:17. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയാലും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. വീണ്ടും മത്തായി 3:11. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. കണ്ടോ, അഗ്നിയാലും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്തും. പിന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപങ്ങളിൽ ഇറങ്ങി വരുന്നു. ഈ തീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഈ തീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ലോകം മുഴുവനും വചനം പ്രഘോഷിക്കാൻ പോവാണ്. അവസാന ശ്വാസം വരെ തീയായിട്ട് ജീവിക്കുകയാണ്. ഇതുപോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ, ഈ ദഹിപ്പിക്കുന്ന തീ എൻ്റെ ഉള്ളിലേക്കും തരണമേ എന്ന് ഓരോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവെ എന്നിൽ വരണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ പുലുകണമേ എന്നുള്ള ചെറിയ ചെറിയ സുഹൃതജപങ്ങളൊക്കെ ചൊല്ലി ഹൃദയത്തെ ആത്മാവിനെ ജ്വലിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ 3 ചിന്തകളാണ് അച്ഛൻ ഈ ടോക്കിൽ പറഞ്ഞത്. ഒന്നാമത്തേത് വിശുദ്ധി ഉണ്ടാകണം, രണ്ടാമത്തേത് നമുക്ക് കുരിശെടുക്കാനുള്ള മനസ്സുണ്ടാകണം, മൂന്നാമത്തേത് നമ്മൾ ഈ തീ ഉണ്ടാകണം, പരിശുദ്ധാത്മാവാകുന്ന തീ ഉണ്ടാകണം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.